നമസ്കാരം കൂട്ടുകാരെ, ഞാൻ വിഷ്ണു ബാബു. ആദ്യം തന്നെ എല്ലാ കൂട്ടുകാർക്കും ഇതുവരെ തന്ന സപ്പോർട്ടിന് നന്ദി അറിയിക്കുന്നു. 1/11/2016, അതായത് നാളെ മുതൽ നമ്മൾ പേജിലായിട്ടൊരു ചെറിയൊരു സമ്മാന മത്സരം നടത്തുകയാണ്. ഒരു സെൽഫി സമ്മാന മത്സരം നടത്തുകയാണ്. അപ്പം കൂട്ടുകാർ എല്ലാവരും പങ്കെടുക്കുക. 3 വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നുണ്ട് ചെറിയ രീതിയിൽ. അപ്പം കൂടുതൽ കൂട്ടുകാരിലേക്ക് വീഡിയോസുകളൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ പേജിലേക്ക് പുതിയ കൂട്ടുകാർ വരാനുള്ള ഒരു അവസരവും ഒപ്പം ഞങ്ങൾക്കൊരു സപ്പോർട്ടുമാണത്. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ഐഫോണിലും ആൻഡ്രോയിഡിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷൻ. നിങ്ങളുടെ ഫോൺ ഒറിജിനൽ ആണോ, അതേപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സുകൾ, ഫങ്ഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഫോൺ ടെസ്റ്റർ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ നെയിം. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഐഫോണിൻ്റെയും ആൻഡ്രോയിഡിൻ്റെയും ലിങ്ക് ഞാൻ വീഡിയോയ്ക്കൊപ്പം വെക്കുന്നുണ്ട്. ആവശ്യമുള്ള കൂട്ടുകാർ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ആൻഡ്രോയിഡിലും ഐഫോണിലും നിങ്ങൾ ഓപ്പൺ ചെയ്താൽ ഇതേ രീതിയിലായിരിക്കും കാണുന്നത്. അതിൽ ഫോൺ ഇൻഫർമേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ അത് ഏത് മോഡലാണ്, ഏത് കമ്പനിയുടെയാണ് എന്നുള്ള കൂടുതൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളതൊക്കെ ഇവിടെ അറിയാൻ പറ്റും. നമുക്കിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ അത് ആദ്യത്തെ ആ ഓപ്ഷൻ മാനുഫാക്ചർ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ തന്നെ നമുക്ക് കാണാം അത് ഏത് കമ്പനി നിർമ്മിച്ചതാണ്, അതേപോലെ നെയിം ഏതാണ്, മോഡൽ ഏതാണ്, അതിൻ്റെ CPU, അതേപോലെ റാം, അതേപോലെ CPU-ൻ്റെ സ്പീഡ്, CPU ക്രോസ് തുടങ്ങിയ ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒപ്പം തന്നെ നിങ്ങൾക്ക് IMEI നമ്പർ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാം. നിങ്ങളുടെ ഫോണിൻ്റെ IMEI നമ്പർ ഇത് നിങ്ങൾ അത്യാവശ്യം സേവ് ചെയ്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്തിടേണ്ട ഒരു നമ്പറാണ് IMEI നമ്പർ. നമ്മുടെ ഫോൺ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ നമ്പർ ഉണ്ട് എങ്കിൽ നമ്മളിത് കംപ്ലൈൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ നമ്പറിൽ വേറെ ഏത് സിമ്മ് ലോകത്ത് എവിടെ വെച്ച് യൂസ് ചെയ്താലും നമുക്ക് അത് ആരാണ് ഉപയോഗിക്കുന്നത് ആ സിമ്മിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനും ഒപ്പം തന്നെ ആ സിമ്മ് ഉപയോഗിക്കുന്ന ആളിനെ വളരെ എളുപ്പം കണ്ടുപിടിക്കാനും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ IMEI നമ്പർ കൊണ്ട് സാധിക്കും. അപ്പം എല്ലാവരും അതൊന്ന് കോപ്പി ചെയ്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുകയോ ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി നമ്മൾ ഇവിടെയായിട്ട് അവൈലബിൾ മെമ്മറി, നമ്മളുടെ ടോട്ടൽ മെമ്മറി എത്ര ഉണ്ട്, അതേപോലെ അവൈലബിൾ ആയിട്ട് ഇനിയുള്ള മെമ്മറി ഇൻറ്റേർണൽ മെമ്മറിയാണ് അത് എത്രയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെയായിട്ട് അറിയാം. ഇനി ഞാൻ ബാക്ക് അടിച്ചിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ ഫോണിൻ്റെ സെറ്റിങ്സുകൾ, നമ്മുടെ ഫോണിലെ സൗണ്ട്, വൈബ്രേഷൻ, മൈക്ക്, അതേപോലെ LED സ്ക്രീന്, ബ്രൈറ്റ്നസ്, ടച്ച് തുടങ്ങിയ എല്ലാം നമുക്ക് ഇവിടെയായിട്ട് ഫോണിൻ്റെ മെയിൻ ഫങ്ഷൻസുകൾ എല്ലാം തന്നെ ഇവിടെയായിട്ട് ചെക്ക് ചെയ്യാം. സൗണ്ട് എന്നുള്ളത് ഞാനൊന്ന് എടുക്കുകയാണ്. ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് കേൾക്കാം എൻ്റെ ഫോണിൻ്റെ സൗണ്ട് പക്കയാണ്. അതേപോലെ വൈബ്രേറ്റും ഇതേ സെയിം തന്നെയാണ്. 3 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ വൈബ്രേറ്റും ഓക്കെയാണ്. വൈബ്രേറ്റ് ചെയ്ത് കംപ്ലൈൻ്റ് ഉള്ള ഫോണുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വൈബ്രേറ്റ് ചെയ്യില്ല. അതേപോലെ തന്നെ LED സ്ക്രീൻ, നമുക്ക് സ്ക്രീനിൽ ടച്ച് ചെയ്ത് നോക്കുക, കളർ മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ആ ഒരു ഫോൺ സ്ക്രീനിൻ്റെ ഡിസ്പ്ലേക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കാം. അതേപോലെ ടച്ച്, ഞാനിപ്പം ഒരു ടച്ച് ടെസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെയായിട്ട് നമുക്ക് കാണാം ഓരോ ടച്ചിൻ്റെ വർക്കിംഗ് ആണ് ഇവിടെയായിട്ട് കാണാൻ കഴിയുന്നത്. ഇനിയും മൾട്ടി ടച്ച് ടെസ്റ്റിംഗ്, അതായിട്ട് നമ്മൾ ഒരു വിരൽ ആദ്യം നമ്മളുടെ 3, 4, 5 വിരൽ ഇതിലേക്ക് പ്രസ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക കളറുകൾ എല്ലാത്തിനും പല കളറുകളാണോ വരുന്നത് എന്നുള്ളത്. അല്ല എങ്കിൽ നിങ്ങൾക്ക് ടച്ച് കംപ്ലൈൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇപ്പം എൻ്റെ ഫോൺ ടച്ചിങ്ങും ഫങ്ഷൻസും ഒക്കെയാണ്. സ്കാനർ, അതേപോലെ കോമ്പസ്, വൈഫൈ, ബ്ലൂടൂത്ത് തുടങ്ങി ഇപ്പോൾ എല്ലാം ഓരോന്നും ചെക്ക് ചെയ്യാം. അതേപോലെ ഫോണിൻ്റെ ബാറ്ററിയുടെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ചാർജ് ഇപ്പം നോട്ട് ചാർജാണ്. അതേപോലെ ബാറ്ററിയുടെ ഹെൽത്ത് ഗുഡാണ്. ലെവൽ 10% മാത്രമേ ചാർജ് ഉള്ളൂ. അതേപോലെ ടെക്നോളജി LE
അയൺ എന്ന് പറയുന്ന ടെക്നോളജിയാണ് ഇപ്പോൾ ബാറ്ററി, ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി. അതേപോലെ തന്നെ എൻ്റെ ഫോണിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് ഇവിടെ കാണാം. ഇപ്പം ഞാൻ കുറേ നേരമായിട്ട് തന്നെ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് 41 ഡിഗ്രിയിലേക്ക് വന്നത്. അതേപോലെ തന്നെ ബാറ്ററിയുടെ വോൾട്ടേജ് ഇവിടെ ആയിട്ട് അറിയാം. ഇതേ രീതിയിൽ നിങ്ങൾക്ക് കുറേ ഫങ്ഷൻസും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ഇനി ഫോൺ ഫുൾ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ ടെസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇവിടെയായിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. നിങ്ങളുടെ ഫോൺ ഫുൾ ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ സ്ക്രീനിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം ഇത് എല്ലാവർക്കും ഉപകാരപ്രദമാകും. നിങ്ങൾ പുതിയൊരു ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ, സെക്കൻഡ് ഹാൻഡ് യൂസ് ചെയ്ത ഫോൺ വാങ്ങിക്കുകയാണെങ്കിലും, അതല്ല നിങ്ങളുടെ കയ്യിലുള്ള ഫോണിനാണെങ്കിലും എന്തെങ്കിലും സൗണ്ട് കുറവൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ 4 മേളിൽ റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതേപോലെ ആപ്പ് സ്റ്റോറിലും അതേപോലെ നല്ല റേറ്റിങ്ങോട് മുന്നോട്ട് പോകുന്ന ഒരു ആപ്ലിക്കേഷൻ. കൂട്ടുകാരെന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. അധികം MB ഒന്നും ഉള്ള ആപ്ലിക്കേഷൻ